നമസ്കാരം. കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒന്നാം ഘട്ട കമ്മീഷനിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നു. നല്ല കാര്യം. കേരളത്തിൻ്റെ വികസന കുതിപ്പിന് പുതിയ ഊർജം നൽകുകയാണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം രാജ്യത്തിൻ്റെ പുതിയ കവാടം എന്ന് ഇപ്പോൾ അവകാശപ്പെടുന്നവർ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അന്ന് അദ്ദേഹത്തിന് നേരെ ഉയർന്ന ആരോപണങ്ങൾക്ക് കയ്യും കണക്കുമില്ല. പക്ഷേ നിശ്ചയദാർഢ്യത്തോടുകൂടി പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് ഉമ്മൻചാണ്ടി ചെയ്തത്. കേരളത്തിൻ്റെ മനസ്സാക്ഷിക്ക് അതറിയാം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയെ വിഴിഞ്ഞത്തിൻ്റെ പേരിൽ ആക്ഷേപിച്ചവർക്ക് ചുട്ട മറുപടിയാണ് നൽകേണ്ടത്. ഇന്ന് ഇതിൻ്റെ പേരിൽ ഊറ്റം കൊള്ളുന്നവർ അന്ന് എന്തു ചെയ്തു എന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. കടൽ കൊള്ള, മീനുകളെല്ലാം ചത്തുപോകും തുടങ്ങിയ ആരോപണങ്ങളാണ് അന്ന് ഉന്നയിച്ചത്. 6000 കോടിയുടെ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മീതെ തൂങ്ങി. പക്ഷേ ഉമ്മൻചാണ്ടി പിന്മാറിയില്ല. ഇക്കാര്യം നടപ്പാക്കിയേ അടങ്ങൂ എന്ന വാശിയിലാണ് ഉമ്മൻചാണ്ടി മുന്നോട്ട് നീക്കിയത്. ആ നിശ്ചയദാർഢ്യത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും പ്രതീകമാണ് നാളെ ഉദ്ഘാടനം ചെയ്യുന്ന ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യഘട്ട കമ്മീഷനിങ്. ഒരു കാര്യം ഉറപ്പാണ്, കേരളം ഒരിക്കലും മറക്കില്ല ഉമ്മൻചാണ്ടിയെ. വിഴിഞ്ഞം ഉള്ളിടത്തോളം കാലം ഉമ്മൻചാണ്ടി എന്ന പേര് നിലനിൽക്കുകയും ചെയ്യും. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അധ്വാനിച്ചത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിക്ക് മികച്ച പിന്തുണയാണ് കോൺഗ്രസും UDF-ഉം ഇക്കാര്യത്തിൽ നൽകിയത്. കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ നേതാക്കളായ ഉമ്മൻചാണ്ടി ഇക്കാര്യത്തിൽ നിശ്ചയദാർഢ്യത്തോടുള്ള സമീപനമാണ് സ്വീകരിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ ഇത് ആർക്കും ബോധ്യമാകും. അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഇത് മനസ്സിലാകുകയും ചെയ്യും. പ്രബുദ്ധരായ കേരള ജനതയും ഇത് തിരിച്ചറിയുന്നു. രാജഭരണകാലത്ത് തന്നെ ചിന്തിച്ചു തുടങ്ങിയ പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. കാരണം വിഴിഞ്ഞത്തിന്റെ സ്വാഭാവികമായ അനുകൂലമായ ഘടകങ്ങളാണ്. 1991 കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരാണ് വിഴിഞ്ഞം പദ്ധതി സജീവമാക്കുന്നത്. MP രാഘവനായിരുന്നു അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രി. പല കാരണങ്ങളാൽ പദ്ധതി നടന്നില്ല. 2011 ഉമ്മൻചാണ്ടി നേതൃത്വത്തിലുള്ള UDF സർക്കാരാണ് പദ്ധതി വീണ്ടും സജീവമായി ആരംഭിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത്. 2014 ഡിസംബറിലാണ് പദ്ധതിക്കായി ആഗോള ടെൻഡർ വിളിച്ചത്. എന്നാൽ ടെൻഡറിൽ ആരും പങ്കെടുത്തില്ല. 3 തവണ ടെൻഡർ വിളിച്ചു. ഒടുവിൽ അദാനി പോർട്ട് മാത്രമാണ് ടെൻഡർ നൽകിയത്. അവർക്ക് ടെൻഡർ അനുവദിക്കുവാനുള്ള തീരുമാനവും മന്ത്രിസഭ എടുത്തു. എന്നാൽ ഇതിനെതിരെ നിരവധി വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും അത് അവർ കാര്യമാക്കിയില്ല. ടെൻഡറിന് മുമ്പ് തന്നെ വിഴിഞ്ഞം പദ്ധതിക്കായി നിരവധി കടമ്പകൾ മറികടക്കേണ്ടതുണ്ടായിരുന്നു. അതെല്ലാം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ UDF സർക്കാർ സാധ്യമാക്കി. പാരിസ്ഥിതിക അനുമതി ഉൾപ്പെടെയുള്ളവ നേടിയെടുത്തു. കോടതിയിലുള്ള കേസുകളിൽ നിയമയുദ്ധത്തിലൂടെ വിജയം നേടി. അദാനി സ്പോർട്സിന് ടെൻഡർ അനുവദിച്ചതിനെതിരെ ചില കേന്ദ്രങ്ങളിൽ വിമർശനമുയർന്നു. എന്നാൽ ഈ വിമർശനങ്ങളെ സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം ഉമ്മൻചാണ്ടി നൽകി. വിമർശകരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. 2015 ഓഗസ്റ്റ് 17 കേരള സർക്കാരും അദാനി വിഴിഞ്ഞം ബോർഡ്സും തമ്മിൽ തുറമുഖ നിർമ്മാണത്തിനായി കരാർ ഒപ്പിട്ടു. ചരിത്രപരമായ നിമിഷം.
കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കുതിപ്പേകുന്ന തീരുമാനം. 2015 ഡിസംബർ 5 വിഴിഞ്ഞത്ത് നടന്ന ചടങ്ങിൽ തുറമുഖത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പദ്ധതിക്ക് തറക്കല്ലിട്ടു. അന്നത്തെ ഷിപ്പിംഗ് മന്ത്രി നിതിൻ ഗഡ്കരി, ഗൗതം അദാനി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. The Vizhinjam project is the largest investment at a time in any single project ever made in Kerala. As a dream project of Kerala, it has, however, taken a pretty long time to be realized. It was around 25 years ago that the idea of making an international port at Vizhinjam started being seriously considered. Probably in any other state in India, an international port with such advantages, like a deep draft that does not require dredging, close proximity to international shipping routes, and a strategic location, would have been implemented much earlier. As you know, from historic times, Vizhinjam was a port of international trade with a close connection with the international trade routes. The current successful bid made by the Adani Group gives us great hope, since they have a reputation for every completion of various projects in the port, power, gas and other infrastructure sectors. According to the agreement, the company is getting 4 years' time to complete the project. Today morning, we had a discussion with Sri Gautam Adani about the early completion of the project. Mr. Adani, we are very thankful for your positive response to our request and your declaration that you will complete this project within 1,000 days. There have been certain genuine apprehensions from the fishermen community, as well as certain other quarters, regarding the social and environmental impacts of this massive project. Let me use this occasion to declare clearly that the government will make all efforts to remove all misunderstandings and to ensure that no adverse environmental or social consequences will result from the Vizhinjam project. We will discuss with all the sections of local people and do everything to avoid any apprehension. As a green port project, we shall not put any financial constraints for meeting any genuine social or environmental problems that may result during construction. I want to make it very clear that we want Vizhinjam port, that too at the earliest. But we will not allow this to affect adversely to any person or any family. We are committed to do everything to fulfill this promise. We are most hopeful that Government of India will grant this port the required coverage exemption, which is required for its smooth functioning. This exemption will be received well before commissioning of the project, as per the indications I got from the discussions that I have conducted with the Shipping Minister and the Prime Minister of India. I wish to express my gratitude to Mr. Gautam Adani and his colleagues for the interest that they have shown for the early completion and successful operation of this greenfield port. I understand that he has already started negotiations
with the major shipping companies in the world to ensure that they would start making use of this port right from the time of commissioning. I wish him all success, and I may reiterate that the government of Kerala will solidly support this project, including the timely release of funds such that this will be a modified landlord model in the true sense of the term, with mutual trust and cooperation between the government and the private partner. I will request their full support and cooperation for all sections of the people, including political parties, social groups, trade unions, the fishermen community, the media, and civil society in general, to ensure that all obstacles are removed for the timely implementation of this project. Thank you very much. Jai Hind. നിർമ്മാണ ഉദ്ഘാടനത്തിനു ശേഷവും വിമർശകർ അടങ്ങിയില്ല. VS അച്യുതാനന്ദന്റെയും പിണറായി വിജയന്റെയും നേതൃത്വത്തിൽ വലിയ ആരോപണങ്ങളാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർത്തിയത്. 7000 കോടിയുടെ പദ്ധതിക്ക് 6000 കോടിയുടെ ആരോപണമാണ് പിണറായി വിജയൻ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയത്. CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്നു അന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടി മുഖപത്രമായ ദേശാഭിമാനി കടൽ കൊള്ള എന്നാണ് വിഴിഞ്ഞം പദ്ധതിയെ വിമർശിച്ചത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വലിയ തലക്കെട്ടുകളും പാർട്ടി പത്രം നിരത്തി. പക്ഷേ ഇതൊന്നും കൊണ്ട് ഉമ്മൻചാണ്ടി എന്ന കേരളത്തിന്റെ വികസന നായകൻ പതറിയില്ല. കേരളത്തിന്റെ വികസനത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് അദ്ദേഹം ഉറച്ച നിലപാടെടുത്തു. ഈ നിലപാടിനുള്ളിൽ വിമർശകർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. കേരളത്തെ വിൽക്കുന്നുവെന്ന CPMന്റെ നിലവിളി. പക്ഷേ ഉമ്മൻചാണ്ടി ഇത് കാര്യമായി ഗൗനിച്ചില്ല. ദുരൂഹമായ ഇടപെടൽ എന്ന ആരോപണവും ഉണ്ടായി. അതും അദ്ദേഹം തള്ളിക്കളഞ്ഞു. കേരളത്തിനു വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടി നിലപാട് സ്വീകരിച്ചു. പദ്ധതിയെ വഴിമുടക്കാൻ CPM എല്ലാ നീക്കങ്ങളും നടത്തി. ഉദ്ഘാടന ചടങ്ങിന് എത്തിയവർക്ക് നേരെ കല്ലെറിഞ്ഞു. എന്നാൽ ഉമ്മൻചാണ്ടി ഇതൊന്നും കണ്ട് പിന്മാറിയില്ല. ഉറച്ച ശബ്ദമാണ് അദ്ദേഹത്തിൽ നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടായത്. പദ്ധതിയുമായി ഏതു വിധേനയും മുന്നോട്ട് പോകും, പിന്മാറാൻ ഉദ്ദേശിക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതോടുകൂടി പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് കേരള ജനതയ്ക്കും ബോധ്യമായി. വിഴിഞ്ഞം കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അതിനുവേണ്ടി 1991 മുതൽ നമ്മൾ ശ്രമിക്കുക. പക്ഷേ ഇതുവരെ വിജയിച്ചിട്ടില്ല. ഇപ്പോൾ അതൊരു അവസാന ഘട്ടത്തിലേക്ക് എത്തി. ടെൻഡർ വിളിച്ചപ്പം 5 ലക്ഷം 6 ലക്ഷം രൂപ ഫീസ് അടച്ച് 8 ലക്ഷം രൂപ ഫീസ് അടച്ച് ടെൻഡർ ഫോം പലരും മേടിച്ചപ്പോൾ നമുക്കല്പം ഓവർ കോൺഫിഡൻസ് ആയി, സമ്മതിക്കുന്നു. കാരണം 8 ലക്ഷം രൂപ കൊടുത്ത് ഫോം മേടിച്ചവർ ടെൻഡറിൽ പങ്കെടുക്കാതിരിക്കുമോ? പങ്കെടുക്കും എന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് നമ്മൾ ആരെയും കോണ്ടാക്ട് ചെയ്തില്ല. പക്ഷേ അവസാന ദിവസം ആരും അപേക്ഷിച്ചില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ ആകെ അത്ഭുതപ്പെട്ടു. കാരണം നമ്മുടെ എല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു. ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ അത് രൂക്ഷമായി ഗവൺമെൻറ്റിനെ വിമർശിച്ചു. ഞാൻ ആ വിമർശനം ഉൾക്കൊള്ളുന്നു. ഞങ്ങൾക്കല്പം ഓവർ കോൺഫിഡൻസ് ആയി പോയി. ഞങ്ങൾ ഒരാളെയും കോണ്ടാക്ട് ചെയ്തില്ല. താനേ ടെൻഡർ വരുമെന്ന് നമ്മൾ ധരിച്ചു. നമ്മൾ ഈ ടെൻഡർ ഫോം മേടിക്കുകയും അവർ വന്ന് പല വിധത്തിലുള്ള വിവരങ്ങൾ ആരായുകയും ചെയ്തു. അതെല്ലാം അവർക്ക് കൊടുത്തു. അപ്പം ടെൻഡർ വരുമെന്ന് ധരിച്ചു. അങ്ങനെ വന്ന രൂക്ഷമായ വിമർശനം വന്ന സമയത്ത് ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് കൂടി തീരുമാനമെടുത്തു, മുഖ്യമന്ത്രി എല്ലാ കമ്പനികളുമായി കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ ആ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സാറേ ഞാൻ ഒറ്റയ്ക്കല്ല കണ്ടത്, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ, ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി പോർട്ട്, ഈ
കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ, ഡൽഹി റെസിഡന്റ് കമ്മീഷണർ ശ്രീ ബാബുവും ഞാനും നമ്മുടെ ഫുൾ ടീമായിട്ട് നിന്നിട്ടാണ്. അതുപോലെ തന്നെ ശ്രീ അദാനിയും ഒറ്റയ്ക്കല്ല വന്നത്, അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടാണ് വന്നത്. നമ്മൾ പരമാവധി അവരെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവർക്ക് പല സംശയങ്ങളുണ്ട്. ഒന്ന് വല്ലാർപാടത്തിൻ്റെ സ്ഥിതിയെ സംബന്ധിച്ച്, പിന്നെ കേരളത്തിലെ പൊതുവായ അന്തരീക്ഷത്തെക്കുറിച്ച്, അതിനൊക്കെ അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിവരെ മാത്രമല്ല, മറ്റ് കമ്പനികളുമായിട്ടും ഞാൻ ബന്ധപ്പെട്ടു. പക്ഷേ ഞാൻ വിളിച്ച രണ്ടാമത്തെ കമ്പനിയുടെ MD അന്ന് യൂറോപ്പിലായിരുന്നു, അതുകൊണ്ട് കാണാൻ സാധിച്ചില്ല. ഇതാണ് ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ പേര് അഴിമതി, നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു, ഏത് നിർദ്ദേശവും വെച്ചു, അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതി ആരംഭിക്കുന്നതിന് ധാരാളം എതിർപ്പുകളും പ്രശ്നങ്ങളും ഉമ്മൻചാണ്ടിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. എല്ലാ പഴുതുകളും അടച്ച് വിമർശനത്തിന് ഒരു നേരിയ അവസരം പോലും നൽകാതെയാണ് ഉമ്മൻചാണ്ടി പദ്ധതിയെ സമീപിച്ചത്. നിയമപരമായ അവധാനതയോടെയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ നടപടികൾ അന്ന് അദ്ദേഹം പൂർത്തിയാക്കിയത്. ഇക്കാരണത്താൽ തന്നെയാണ് 6000 കോടിയുടെ അഴിമതി ആരോപിച്ചവർ 8 കൊല്ലം ഭരിച്ചിട്ടും അഴിമതിയുടെ തരുമ്പ് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്തത്. ഒടുവിൽ ജുഡീഷ്യൽ കമ്മീഷനെ വരെ നിയമിച്ച് ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ നോക്കി. ജുഡീഷ്യൽ കമ്മീഷനും ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് നൽകി. വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മുമ്പ് നടന്ന ചടങ്ങിൽ അതിന് കാരണക്കാരനായ ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പരാമർശിക്കാൻ മുഖ്യമന്ത്രിയോ വകുപ്പ് മന്ത്രിയോ തയ്യാറായില്ല. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം കേരളത്തിലെ ഏറ്റവും നെറികെട്ട രാഷ്ട്രീയ കളികൾ ആണ് കളിക്കുന്നത്. ഇത് കേരളം ഒരിക്കലും മറക്കില്ല. നികൃഷ്ടമായ രീതിയിലാണ് ഉമ്മൻചാണ്ടിയുടെ സ്മരണകളെ അവഗണിക്കാനുള്ള രാഷ്ട്രീയ നീക്കം CPM-ഉം മുഖ്യമന്ത്രിയും നടത്തുന്നത്. കേരളത്തെ വിട്ടുപിരിഞ്ഞ ഉമ്മൻചാണ്ടിക്കെതിരെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തിനാണ് നിഴൽയുദ്ധം നടത്തുന്നത്? പദ്ധതിക്കായി അഹോരാത്രം പ്രയത്നിച്ച ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ ഇപ്പോഴും CPM ഭയക്കുന്നു എന്ന് ചുരുക്കം. പദ്ധതിയുടെ നേട്ടവുമായി അവകാശവാദം ഉന്നയിക്കുന്ന പ്രധാനമന്ത്രിയും BJPയും മുഖ്യമന്ത്രിയും CPM-ഉം അടക്കമുള്ള എട്ടുകാലി മമ്മൂഞ്ഞമാർ പദ്ധതിക്കായി എന്തു ചെയ്തു എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കരാറുകൾ പ്രകാരം 2019 പൂർത്തിയാക്കേണ്ടതാണ് വിഴിഞ്ഞം പദ്ധതിയുടെ 1ാം ഘട്ടം. എന്നാൽ ആ 1ാം ഘട്ടത്തിന്റെ കമ്മീഷനിങ് 2025 നടക്കുന്നത്. ഇത്ര വൈകിയത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് സ്വാഭാവികമായും പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവർ ഉത്തരം നൽകേണ്ടതുണ്ട്. ഈ കാലയളവിൽ സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്തത്? പദ്ധതി പൂർത്തിയാക്കുന്നതിൽ പിണറായി സർക്കാരിന്റെ പങ്ക് വട്ടപൂജ്യമാണ്. പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാക്കിയ പല കരാറുകളും നടപ്പാക്കിയിട്ടില്ല. കരാർ കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് നടന്നത്. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസ പദ്ധതി എങ്ങും എത്തിയില്ല. ഒടുവിൽ അവർക്ക് അതിനുവേണ്ടി സമരം ചെയ്യേണ്ടി വന്നു. പോലീസിന്റെ ഉരുക്കുമുട്ടി ഉപയോഗിച്ചാണ് പിണറായി സർക്കാർ ആ സമരത്തെ നേരിട്ടത്. സമരത്തിൽ പങ്കെടുത്ത ആർച്ച് ബിഷപ്പും വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസും ചുമത്തി. മറ്റു പാക്കേജുകളും എങ്ങും എത്തിയിട്ടില്ല. കരാർ പ്രകാരമുള്ള റോഡ് കണക്ടിവിറ്റിയും പാതി വഴിയിലാണ്. റെയിൽ കണക്ടിവിറ്റിയും എന്ന് നടപ്പാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു നിശ്ചയവുമില്ല. റോഡ് മാർഗമുള്ള കണ്ടെയ്നർ നീക്കം എന്ന് നടക്കുമെന്ന് സംസ്ഥാന സർക്കാരിനോ വിസിലിനോ യാതൊരു ധാരണയുമില്ല. വയാബിൾ ഗാഡ് ഫണ്ട് നേടിയെടുക്കുന്നതിലും സർക്കാർ തികഞ്ഞ പരാജയമായി. ഈ ഫണ്ട് നേടിയെടുക്കും എന്നാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കരാറിൽ ഉണ്ടായിരുന്നത്. അന്ന് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ തുടർന്ന് മലക്കം പറഞ്ഞു. അവരെ തിരുത്തിക്കുവാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞതുമില്ല. എല്ലാം കേന്ദ്രം പറയുന്നതനുസരിച്ച്
കണ്ണും പൂട്ടി നിൽക്കുകയായിരുന്നു പിണറായി സർക്കാർ. ഇതൊക്കെ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്നും ചെയ്യാതെ ചുളുവിൽ നേട്ടം കൊയ്തെടുക്കാനാണ് പിണറായി വിജയനും CPM-ഉം ശ്രമിക്കുന്നത്. തറക്കല്ലിട്ടാൽ കപ്പൽ വരില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ ചെയ്ത കാര്യങ്ങൾ നിരത്തേണ്ടതുണ്ട്. ഇത് കേരളത്തെ ബോധ്യപ്പെടുത്തേണ്ടതുമുണ്ട്. പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കോടിക്കണക്കിന് രൂപയുടെ പരസ്യം നൽകിയാൽ മാത്രം ഒരു പദ്ധതിയുടെ നേട്ടം അടിച്ചെടുക്കാനാവില്ല. ജനങ്ങളെ വിശ്വസിപ്പിക്കുവാനും കഴിയില്ല. പിണറായി സർക്കാർ പദ്ധതിക്കായി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പരസ്യം നൽകി എന്നതാണ് ഉത്തരം. എന്തിന് ഒന്നും ചെയ്യാതെ നേട്ടം കൊയ്തെടുക്കാൻ ഉളുപ്പുണ്ടോ സഖാക്കളെ എന്നാണ് കേരളം ഇക്കാര്യത്തിൽ ചോദിക്കുന്നത്. 2019 റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കണം. കേരള സർക്കാർ ചെയ്യേണ്ടതാണ്, ചെയ്തിട്ടില്ല ഇതുവരെ. 2025 ഈ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യവും വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് പദ്ധതി പൂർത്തിയായപ്പോൾ അത് കൊണ്ടുവന്ന ആളുകളെ വിസ്മരിച്ച് അവിടെ പോയി നിന്ന് പണമെടുത്ത് അതിന്റെ ക്രെഡിറ്റ് ഈ 4ാമത്തെ വർഷം എടുക്കാമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് മാത്രമാണ് എനിക്ക് വിനീതമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കാനുള്ളത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രാഷ്ട്രീയ നേട്ടം കൈവരിക്കാനുള്ള CPM-ന്റെ ഗൂഢനീക്കത്തിന് പിന്നാലെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനെയും UDF-നെയും ഒഴിവാക്കുകയാണ്. ഇത് നടപ്പിലാക്കാൻ മുൻകൈയെടുത്ത UDF-ന്റെ കാലത്തെ ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൊച്ചാക്കിയിട്ടാണോ വിളിക്കേണ്ടത്? വിളിക്കാതിരുന്നു മാത്രമല്ല, അപമാനിച്ചു വിളിച്ചു. പിന്നെ ഒരു കടലാസ് കൊടുത്തിട്ട് നീ വേണമെങ്കിൽ വന്നോ. ഇന്നലെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിരുന്നു അദ്ദേഹം പറയുന്നു. ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കുറേ സമയം ഒരക്ഷരം പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞില്ല. സംബന്ധിച്ചൊന്ന് വിഴിഞ്ഞത്ത് വരുമോ എന്ന് ചോദിച്ചില്ല. ഇതിന് പിന്നിലെ കളി മറ്റൊന്നുമല്ല. CPM-ഉം BJP-യും തമ്മിൽ ഒരു തുറമുഖ അന്തർധാര പുതുതായി രൂപപ്പെടുകയാണ്. പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്തർധാരയ്ക്ക് ഇനി എന്താണ് വേണ്ടത്? തുറമുഖത്തിനു വേണ്ടി ഒന്നും ചെയ്യാത്തവരുടെ വിളവെടുപ്പിന് പുതിയ രാഷ്ട്രീയ മാനങ്ങളും കൈവരികയാണ്. ഉമ്മൻചാണ്ടിയുടെ സ്മരണകളെ മനഃപൂർവ്വം തിരസ്കരിക്കുവാനും UDF നേതാക്കളെ ബോധപൂർവം ഒഴിവാക്കുകയുമാണ് ഈ അന്തർധാര മുന്നോട്ട് പോകുന്നത്. UDF നേതാക്കളെ ഒഴിവാക്കുകയും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ വിസ്മരിക്കുകയും ചെയ്യുന്ന സർക്കാർ BJP-യെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ്. പ്രതിപക്ഷത്തിന് ക്ഷണമില്ലാത്ത ഉദ്ഘാടന ചടങ്ങിലേക്ക് മറ്റൊരു പ്രമുഖ വ്യക്തിയെ സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് ഈ വ്യക്തി. രാജീവ് ചന്ദ്രശേഖറിന് എങ്ങനെ വേദിയിൽ ഇരിക്കാനുള്ള അവസരം നൽകുന്നു എന്ന ചോദ്യം ഉയരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് രാജീവ് ചന്ദ്രശേഖറിനെ വിളിക്കാൻ പറഞ്ഞു എന്നാണ് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറയുന്നത്. മന്ത്രിയുടെ വിശദീകരണം ദഹിക്കുന്നില്ല കേരളത്തിലെ ജനങ്ങൾക്ക്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം എന്നാണ് തുറമുഖ വകുപ്പ് മന്ത്രി പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പറയും, പ്രധാനമന്ത്രി ഓഫീസ് തിരിച്ചു മെസ്സേജ് വന്നിരിക്കുന്നു, ഇനിയാളൂടെ വേണം. അപ്പോ മുൻ കേന്ദ്രമന്ത്രി എന്ന രൂപത്തിലാ, BJP അധ്യക്ഷ രൂപത്തിലല്ല അത് തന്നിരിക്കുന്നത്. അല്ല ഉണ്ട്, പക്ഷെ ഇത് തന്നു അവര് നിർദ്ദേശിച്ചതാ. അപ്പൊ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞാൽ നിരാകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് കഴിയുമോ? ഇല്ലല്ല, അവർ നിർദ്ദേശിച്ചതിന് മുമ്പ് ഞാൻ ക്ഷണക്കത്ത് കൊടുത്തു. അപ്പോൾ ന്യായമായ ഒരു ചോദ്യം ഉയരുന്നു. അങ്ങനെയെങ്കിൽ ഇടതു സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷത്തിന് BJP സംസ്ഥാന അധ്യക്ഷനെ എന്തിനു വിളിക്കണം? ഇതിന് സർക്കാർ ഉത്തരം പറയണം. CPM ഉത്തരം പറയണം. BJP സംസ്ഥാന അധ്യക്ഷനെ വേദിയിലിരുത്താനുള്ള തീരുമാനത്തിന് പിന്നിൽ ആരാണ്? വ്യക്തമാണ് ഇതിനുള്ള ഉത്തരം. മുഖ്യമന്ത്രിയും CPM-ന്റെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ. BJP-യെ സന്തോഷിപ്പിച്ച് നിർത്തുക, ചില നേട്ടങ്ങൾ സ്വന്തമാക്കുക എന്നാണ് മുഖ്യമന്ത്രിയുടെയും CPM-ന്റെയും ഗൂഢലക്ഷ്യത്തിന് പിന്നിൽ. പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികം CPM-ഉം BJP-യും ഒന്നിച്ച് ആഘോഷിക്കുകയാണോ എന്ന ചോദ്യവും സജീവമാണ്. ഏതായാലും രാജീവ് ചന്ദ്രശേഖറിന് വേദിയൊരുക്കി CPM BJP രാഷ്ട്രീയ അന്തർധാര ശക്തി പ്രാപിക്കുകയാണ്.
4ാം വാർഷികത്തിൽ എന്ന് മുതലാണ് ബിജെപിയുടെ നേതാവും പ്രധാനമന്ത്രിയും പങ്കെടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവര് തമ്മിലുള്ള അന്തർധാരയാണോ? 4ാം വാർഷികം ആഘോഷിക്കാൻ പ്രധാനമന്ത്രി വരുന്നു എന്നുള്ളതാണോ ഇവിടെ സൂചിപ്പിക്കുന്നത്? അതിന് ബിജെപി നേതൃത്വം മറുപടി പറയണം. LDFന്റെ 4ാം വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടിയാണോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുന്നത്? അവരത് വ്യക്തമാക്കട്ടെ. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ നിന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും UDFനെയും മാറ്റി നിർത്താനുള്ള CPMന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ശ്രമം ഇന്ന് തുടങ്ങിയതല്ല. പിണറായി വിജയൻ അധികാരമേറ്റതു മുതൽ ഇക്കാര്യത്തിൽ സദാ ജാഗ്രത പുലർത്തുകയായിരുന്നു CPM നേതൃത്വവും മുഖ്യമന്ത്രി പിണറായി വിജയനും. 2023 ഒക്ടോബറിൽ ആദ്യ കപ്പൽ ക്രെയിനുമായി വന്നപ്പോൾ സർക്കാർ നടത്തിയ ആഘോഷത്തിനിടയിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞില്ല. അന്ന് ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ വേദിയിൽ തന്നെ രംഗത്ത് വന്നിരുന്നു. പദ്ധതിയുടെ ശില്പി എന്ന നിലയിൽ വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന ആവശ്യവും ഇതുവരെ സർക്കാർ പരിഗണിച്ചിട്ടില്ല. തുറമുഖ പദ്ധതിയെ തുറന്നെതിർക്കുകയും അഴിമതി ആരോപിക്കുകയും ചെയ്തിട്ടും 2015 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശിലാസ്ഥാപന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നു. വിഴിഞ്ഞം പദ്ധതിയിൽ ഉമ്മൻചാണ്ടി നടത്തിയ ഇടപെടലാണ് പദ്ധതി യാഥാർത്ഥ്യമാകാൻ കാരണം. അതിനെതിരെ ഉമ്മൻചാണ്ടിക്ക് അന്വേഷണം നേരിടേണ്ടി വന്നു. ഇതിനൊക്കെ ശേഷമാണ് വിഴിഞ്ഞം വിജയന്റെ വിജയഗാഥ എന്ന മട്ടിൽ ഇപ്പോൾ CPM പ്രചരിപ്പിക്കുന്നത്. സ്വന്തമായി ഒരു പദ്ധതി ആവിഷ്കരിക്കാനോ നടപ്പാക്കാനോ സാധിക്കാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പദ്ധതിക്കായി മുൻകൈയെടുത്ത ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർത്തിയ ശേഷമാണ് ഒരു കൂസലുമില്ലാതെ എല്ലാം പിണറായി വിജയന്റെ വിജയഗാഥയായി പ്രചരിപ്പിക്കുന്നത്. കുടുംബസമേതം വരെ എത്തി തുറമുഖത്തിന്റെ ക്രെഡിറ്റ് എടുക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. കുടുംബത്തോടൊപ്പം എന്തിന് വിഴിഞ്ഞം സന്ദർശിച്ചു എന്ന ചോദ്യം ബാക്കിയാവുന്നു. ഔദ്യോഗിക സന്ദർശനമാണോ അനൌദ്യോഗിക സന്ദർശനമാണോ എന്ന ചോദ്യവും ഉയരുന്നു. ഔദ്യോഗിക സന്ദർശനമെങ്കിൽ ഔദ്യോഗികമായ മീറ്റിംഗിൽ എന്തിന് പേരക്കുട്ടിയടക്കം മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ പങ്കെടുത്തു? ഇതിന് ഉത്തരം പറഞ്ഞേ തീരൂ. ഒരു കാര്യം പിണറായി വിജയൻ ഓർക്കുന്നത് നല്ലതാണ്. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഈ സന്ദർശനം ഔദ്യോഗിക സന്ദർശനമാണെങ്കിൽ എന്തുകൊണ്ട് ലോക്കൽ MP അറിയിച്ചില്ല? എന്തുകൊണ്ട് ലോക്കൽ MLA അറിയിച്ചില്ല? അപ്പൊ സ്വന്തം കുടുംബം മാത്രം മതിയോ? ഒന്നാണ് കുടുംബമായിട്ട് ചെന്നത് തെറ്റ്, 2 സ്ഥലം MLA MP അറിയിക്കാത്തത് തെറ്റ്. അപ്പൊ എന്തും ചെയ്യാം, അത് സ്വന്തം പാർട്ടിയിൽ ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല, അത് അവരുടെ കാര്യം. പക്ഷേ ഗവൺമെന്റിനെയും കേരളത്തിനെയും സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് മാറ്റാനാണ് ശ്രമമെങ്കിൽ ഞങ്ങളിത് അംഗീകരിക്കില്ല. വിഴിഞ്ഞം പദ്ധതി തന്റെ സർക്കാരിന്റെ ഇച്ഛാശക്തി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവകാശവാദം. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ചോരയും വിയർപ്പുമാണ് വിഴിഞ്ഞം പദ്ധതി എന്നാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ ജനങ്ങളും ഇത് തിരിച്ചറിയുന്നുണ്ട്. വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയെ ഓർക്കാത്ത ഒരു നിമിഷം പോലും മുന്നോട്ട് പോകുന്നില്ല. പദ്ധതിക്കായി ഉമ്മൻചാണ്ടി സഹിച്ച കഷ്ടപ്പാടുകളും രാഷ്ട്രീയ എതിരാളികൾ പോലും ഓർത്തെടുക്കുന്നുണ്ട്. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ശക്തമായ തീരുമാനമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത്. വിഴിഞ്ഞം കരാറായ ശേഷം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസിനെ സാമ്പത്തികമായി സഹായിക്കാൻ അദാനി ഗ്രൂപ്പ് നൽകിയ വാഗ്ദാനം ഉമ്മൻചാണ്ടി നിരസിച്ചു. രാഷ്ട്രീയക്കാർക്ക് ഇത് മാതൃകയാണ്. ചില പാർട്ടികളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ് നിർമ്മാണത്തിന് പിന്നിൽ അദാനി ഗ്രൂപ്പിന്റെ സംഭാവനയുണ്ടെന്ന് അണിയറ കഥകൾ പറയുമ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ ഈ നിലപാടെന്ന് ഓർക്കണം. അതായിരുന്നു നിശ്ചയദാർഢ്യമുള്ള ഒരു ഭരണാധികാരിയുടെ തീരുമാനം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പദ്ധതിയെ തടസ്സം കൂടാതെ മുന്നോട്ട് നയിച്ച വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി. കാറ്റിലും കോളിലും ആടിയുലഞ്ഞപ്പോഴും വിഴിഞ്ഞം പദ്ധതിയെ ചേർത്ത് പിടിച്ച ഉമ്മൻചാണ്ടി ഏതു വിധേനയും പദ്ധതിയെ കരക്കടപ്പിച്ചാണ് അദ്ദേഹം ഈ ലോകത്തു നിന്നും വിടവാങ്ങുന്നത്. അഭിമാന നങ്കൂരമിട്ട് നവകേരളമെന്ന് LDF അവകാശപ്പെടുന്ന ഈ പദ്ധതിക്ക് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുന്നതാണ് ഏറ്റവും അനുയോജ്യം. അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കാനുള്ള രാഷ്ട്രീയ മര്യാദ CPM കാണിക്കണം. ആ ഓർമ്മകൾക്ക് മുമ്പിൽ നീതി കാണിക്കേണ്ട സമയമാണിത്. കേരളവും ഒന്നടങ്കം അതാണ് ആവശ്യപ്പെടുന്നത്. തുറമുഖ നിർമ്മാണത്തിന്റെ എല്ലാ കടമ്പകളും അതിജീവിച്ചാണ് ഉമ്മൻചാണ്ടി ഇതിന് തുടക്കം കുറിച്ചത്. അന്നും ഒട്ടേറെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു.
അദാനിക്ക് കരാർ നൽകുന്നതിന് മുമ്പ് ഒരു സർക്കാർ ചെയ്തു തീർക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉമ്മൻചാണ്ടി ചെയ്തു തീർക്കുകയും ചെയ്തു. അക്കാര്യത്തിൽ UDFും കോൺഗ്രസും അദ്ദേഹത്തിന് മികച്ച പിന്തുണ തന്നെയാണ് നൽകുകയും ചെയ്തത്. ഇന്ന് ചിലർ കുടുംബസമേതം വിഴിഞ്ഞത്തെത്തി ഫോട്ടോഷൂട്ട് നടത്തുന്നു, കോടികൾ ചെലവഴിച്ച് പരസ്യം നൽകുന്നു, തങ്ങളാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് അവകാശപ്പെടുന്നു. അവർ എന്ത് അവകാശപ്പെട്ടാലും വിഴിഞ്ഞം ആർക്കാണ് എന്നുള്ളത് കൃത്യമായി തന്നെ കേരളത്തിൻ്റെ ജനങ്ങൾക്കറിയാം, പൊതുസമൂഹത്തിനറിയാം. എത്ര തന്നെ മായ്ച്ചാലും ആ പേര് കേരളത്തിൻ്റെ ജനമനസ്സുകളിൽ എന്നും ഉണ്ടാകും. വിഴിഞ്ഞം എന്നാൽ ഉമ്മൻചാണ്ടി, ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് വിഴിഞ്ഞം, UDFിൻ്റെ കുഞ്ഞാണ് വിഴിഞ്ഞം. ജയ് ഹിന്ദ്.